തൃശൂർ പീച്ചി ഡാമിൽ അപകടത്തിൽപ്പെട്ട് ചികിത്സയിലുള്ള വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. അയറിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചുവെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. അതേസമയം ചികിത്സയിലുള്ള നിമയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. സൂരജ് സജീവങ്ങളുമായി ചേർന്നു. സൂരജ്, ഏറ്റവും ഒടുവിൽ അല്പസമയം മുൻപ് പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ ഇരു വിദ്യാർത്ഥികളുടെയും ആരോഗ്യാവസ്ഥയെക്കുറിച്ച് പറയുന്ന വിശദാംശങ്ങൾ എന്താണ് സൂരജ്? ഹാഷ്മി, ഒരു വശത്ത് ആശങ്കയും ഒരു വശത്ത് ആശ്വാസവും നൽകുന്ന മെഡിക്കൽ ബുള്ളറ്റിനാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ നിമയുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ പുരോഗതി ഉണ്ടെന്നുള്ളതാണ് ഈ ജൂബിലി മിഷൻ ആശുപത്രി ഔദ്യോഗികമായി പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ ഇപ്പോൾ വിശദീകരിക്കുന്നത്. നിമയ്ക്ക് ഈ ബോധം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ വെന്റിലേറ്ററിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ആശുപത്രി അധികൃതർ പങ്കുവെക്കുന്നത്. പക്ഷേ ഈ നിലവിൽ ചികിത്സയിൽ കഴിയുന്ന 16 വയസ്സുള്ള അയറിൻ്റെ നിലയിലാണ് വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. ആന്തരികാവയവങ്ങളുടെ അടക്കം പ്രവർത്തനം നിലച്ചു എന്നുള്ളതാണ് ഈ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നത്. നിലവിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ശ്വാസമടക്കം നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളതാണ് നിലവിൽ ആശുപത്രി തന്നെ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ വിശദീകരിക്കുന്നത്. ഇന്നലെ ഈ 4 പേർ അപകടത്തിൽപ്പെട്ടത് 2 പേർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. അതിനുശേഷം നിലവിൽ ഇപ്പോൾ 2 പേരാണ് ചികിത്സയിലുള്ളത്. അതിൽ ഒരാളുടെ നില മെച്ചപ്പെട്ടു എന്നത് ആശ്വാസകരമാണ്. ഹാഷ്മി, ഓക്കെ. സൂരജ് സജിയാണ്. ചികിത്സയിലുള്ള നിമയുടെ ആരോഗ്യനില പുരോഗതിയുണ്ട്, പക്ഷേ അയറിൻ്റെ അവസ്ഥ കുറച്ച് പ്രശ്നമാണ് എന്ന് തന്നെയാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. എന്തായാലും നിമയും അയറിനും വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.